ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 90ാമത്തെ പേജിലെ കോമൺ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ പൊതുവായ ചലനങ്ങൾ എന്ന പാഠഭാഗമാണ്. ഓക്കെ, ദ മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസസ് ത്രൂ ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ആൻഡ് ന്യൂട്രിയൻസ്, expulsion of waste, etc. are movements commonly seen in all organisms. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓസ്മോസിസ് എന്താണെന്ന് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് റെഫർ ചെയ്യുക. ഡിഫ്യൂഷൻ എന്താണെന്ന് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് റെഫർ ചെയ്യുക. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണെന്നും പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് റെഫർ ചെയ്യുക. എന്നീ പ്രക്രിയകൾ വഴി പദാർത്ഥ കണികകളുടെ സഞ്ചാരം, വാതക സംവഹനം, പോഷക സംവഹനം, മാലിന്യങ്ങളുടെ പുറന്തള്ളലുകൾ ഇവയെല്ലാം എന്താണ്? പൊതുവായ ചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത് കൃത്യമായിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ രണ്ടാമത് നിങ്ങളിലേക്ക് ഇത് കൂടുതലായിട്ട് പറയാത്തത്. അതുമല്ല, വീഡിയോ ഒത്തിരി സമയം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജലത്തിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു സസ്യത്തിനകത്തേക്ക് ജലം കയറുന്ന പരിപാടിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഡിഫ്യൂഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഇതെടുത്തേച്ച് പഠിച്ചു പോവുക എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഓരോന്നും പിന്നെയും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രീവിയസ് ലെസണിൽ നിന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞിട്ട് ചിത്രീകരണം 4.2 ഓർ ഇല്ലുസ്ട്രേഷൻ 4.2 ജീവലോകത്തെ ചലനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടു ഓൾറെഡി. മൂവ്മെൻറ്റ്സ് ഇൻ ദ ലിവിങ് വേൾഡ് എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. ജീവലോകത്തെ ചലനങ്ങൾ എന്നുള്ള ഭാഗം നമ്മൾ കണ്ടു. ഓക്കെ, ഇനി അവിടെ എന്താണ് കാണുന്നത്? മൂവ്മെൻറ്റ്സ് ഇൻ ദ ലിവിങ് വേൾഡ് എന്നുള്ളത് കണ്ടു. ഇവിടെ നമുക്ക് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ഇൻഡിക്കേറ്റേഴ്സ്? നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ ഏതാണ്? മൂവ്മെൻറ്റ്സ് ഇൻ പ്ലാന്റ്സ്. അതായത് പറഞ്ഞിരിക്കുന്ന ഏതാണ്? മൂവ്മെൻറ്റ്സ് ഇൻ പ്ലാന്റ്സ് എന്നുള്ള ഭാഗമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, മൂവ്മെൻറ്റ്സ് ഇൻ പ്ലാന്റ്സ് നമുക്കറിയാം. സീഡ് ജെർമിനേഷൻ അല്ലെങ്കിൽ സീഡ് സെഗ്മെൻറ്റേഷൻ ആൻഡ് ചേഞ്ച് ഇൻ പാർട്സ് ഓഫ് ദ പ്ലാന്റ് അക്കോർഡിംഗ് ടു സ്റ്റിമുലി. അതായത് സസ്യത്തിൻ്റെ ഭാഗങ്ങൾ എങ്ങനെയാണ് സ്റ്റിമുലിക്ക് അനുസൃതമായി, ഉദ്ദീപനങ്ങൾക്ക് അനുസൃതമായിട്ട് മാറുന്നത്. എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ് മൂവ്മെൻറ്റ്സ്. ഓക്കെ, അവയെല്ലാം എന്താണ്? പ്ലാന്റിൻ്റെ ചലനത്തിന് ഉദാഹരണങ്ങളാണ്. എന്താണ് ഈ ഉദ്ദീപനം എന്ന് വെച്ചാൽ? പ്രകാശം, ജലം, ഇവയ്ക്കെല്ലാം അനുസൃതമായിട്ടാണ് അവ മാറുന്നത്. അതർ മൂവ്മെൻറ്റ്സ് ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ആർ മൂവ്മെൻറ്റ്സ് ഓഫ് സബ്സ്റ്റൻസസ് ത്രൂ ഓസ്മോസിസ്. അതായത് ഓസ്മോസിസിലൂടെ ജലം കയറി ചെല്ലുന്നതും, ഡിഫ്യൂഷനും, ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഓഫ് ഗ്യാസസ് ആൻഡ് ന്യൂട്രിയൻസ്, എക്സ്പൾഷൻ ഓഫ് വേസ്റ്റ്, എക്സെട്ര. ഇതെല്ലാം എന്താണ്? സസ്യങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും, എല്ലാ ഓർഗാനിസത്തിലും ഉള്ളതുപോലെ. അപ്പോൾ സസ്യങ്ങളിലുള്ളത് എന്താണ്? ഉദ്ദീപനങ്ങൾക്ക് അനുസൃതമായിട്ട് മാറുന്നുണ്ട്. എന്താണ്? ഒന്ന് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണത്തിന് അനുസൃതമായിട്ട് അവ വളരുന്നു, അല്ലെങ്കിൽ വിപരീതമായിട്ട് വളരുന്നു, അല്ലെങ്കിൽ ജലത്തിനനുസൃതമായിട്ട് ജലത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വളരുന്നു, അല്ലെങ്കിൽ സാന്നിധ്യത്തിൽ നിന്നും അകന്നു വളരുന്നു. അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിലേക്ക് വളരുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് സെഗ്മെൻറ്റേഷൻ, അതായത് എന്താണ്? അല്ലെങ്കിൽ ജെർമിനേഷൻ, അതായത് വിത്തുകളുടെ മുളയ്ക്കൽ, ഇവയും എന്താണ്? ഈ സസ്യത്തിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റിന് ഉദാഹരണങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൂവ്മെൻറ്റ്സ് ഇൻ പ്ലാന്റ്സ്, അതായത് പ്ലാന്റുകളിൽ അല്ലെങ്കിൽ അനിമൽസ്. മൂവ്മെൻറ്റ്സ് ഇൻ അനിമൽസ്, അതായത് ജന്തുക്കളിൽ ഉണ്ടാകുന്ന ചലനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദ മൂവ്മെൻറ്റ് ഓഫ് സ്പേം, അതായത് ബീജത്തിൻ്റെ ചലനം. ഏതാണ്? ജന്തുക്കളിൽ ഉണ്ടാകുന്ന ബീജത്തിൻ്റെ ചലനം. പെരിസ്റ്റാൾസിസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വയറിനകത്തേക്കടെ ഭക്ഷണപദാർത്ഥം പോകുന്നത്. ബീജത്തിൻ്റെ ചലനം നിങ്ങൾക്കറിയാം. ബീജം എന്താണ്? ഒരു വാലുള്ള സാധനമായിട്ട് ലിക്വിഡിനകത്തേക്കടെ പോകുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഹാർട്ട് ബീറ്റ്, ഹാർട്ടിൻ്റെ ഹൃദയത്തിൻ്റെ ചലനം, സങ്കോചവും അതുപോലെ തന്നെ പമ്പ് ചെയ്യുന്ന പ്രവർത്തനങ്ങളും. അതുപോലെ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്, രക്തത്തിൻ്റെ പോക്ക്. പിന്നെയുണ്ട് വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ്, എക്സെട്ര. ഇതെല്ലാം എന്താണ്? ജന്തുക്കളിലുണ്ടാകുന്ന, അനിമൽസിലുണ്ടാകുന്ന ചലനങ്ങൾക്ക് ഉദാഹരണം. എക്സാമ്പിൾസ് ഫോർ ദ മൂവ്മെൻറ്റ്സ് ഇൻ അനിമൽസ് ആൻഡ് അതർ മൂവ്മെൻറ്റ്സ് ഫൗണ്ട് ഇൻ അനിമൽസ് ആർ. ഇനി ചില മൂവ്മെൻറ്റുകളുണ്ട്. മൂവ്മെൻറ്റ്സ് ഓഫ് സബ്സ്റ്റൻസസ് ത്രൂ, ഇവയിലും ചില ചലനങ്ങൾ കാണുന്നുണ്ട്. എന്താണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, ഡിഫ്യൂഷൻ ഉണ്ട്, ഓസ്മോസിസ് ഉണ്ട്, എക്സ്പൾഷൻ ഓഫ് വേസ്റ്റ്,
വേസ്റ്റ്, ഇവയെല്ലാം എന്താണ് കോമൺ ആയിട്ട് സസ്യങ്ങളിലും ജന്തുക്കളിലും കാണപ്പെടുന്ന എന്താണ് ചലനങ്ങളാണ്, എല്ലാ ഓർഗാനിസത്തിലും കാണപ്പെടുന്ന ചലനങ്ങളാണ്. എനിക്ക് തോന്നുന്നു ആ പാഠഭാഗവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി കോമൺ മൂവ്മെൻറ്റ്സ് ഓഫ് ഓൾ ലിവിങ് ബീയിങ്സ്. ഇനി നമ്മൾ കാണുന്നുണ്ട് കോമൺ മൂവ്മെൻറ്റ്സ് ഓഫ് ഓൾ ലിവിങ് ബീയിങ്, ദ മൂവ്മെൻറ്റ്സ് ഓഫ് സബ്സ്റ്റൻസസ് ത്രൂ ഓസ്മോസിസ്. അതായത് പദാർത്ഥങ്ങൾ എന്തിൻ്റെ സഹായത്തോടു കൂടി, ഓസ്മോസിസിൻ്റെ സഹായത്തോടു കൂടിയുള്ള ചലനം. അതെന്താണ് കോമൺ ആയിട്ടുള്ളവയാണ്. ഡിഫ്യൂഷൻ, അത് ഡിഫ്യൂഷനിലൂടെയുള്ള പദാർത്ഥങ്ങളുടെ മാറ്റവും സംഭവനവും എന്താണ് ഒരു കോമൺ ആയിട്ടുള്ള ചലനമാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഇതിന് എന്താണ് ചെയ്യുന്നത്, പദാർത്ഥങ്ങളിലൂടെയുള്ള ഒരു പദാർത്ഥങ്ങളുടെ ചലനമാണ്. എന്തിൽ ലിവിങ് ജീവജാലങ്ങളിലുള്ളതാണ്. ഗ്യാസസ് ആൻഡ് ന്യൂട്രിയൻസ്, ഗ്യാസുകളും ന്യൂട്രിയൻറ്റും ജീവജാലങ്ങളിലൂടെ കൊണ്ടുപോകുന്നതും ഇതിന് നല്ല ഒരു ഉദാഹരണമാണ്. എക്സ്പെൽഷൻ ഓഫ് വേസ്റ്റ്, അതായത് വേസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദഹനത്തിന് ശേഷം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, പുറന്തള്ളുന്ന മാലിന്യങ്ങളെ പുറന്തള്ളുന്നതും എന്താണ് നല്ല ഈ പറയുന്ന പൊതുവായ ചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അടുത്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്. മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൂക്ഷ്മ ചലനങ്ങളും സ്ഥൂല ചലനങ്ങളും, അതായത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ചലനങ്ങളും കാണുവാൻ സാധിക്കാത്ത ചലനങ്ങളുമാണ് എന്ത് ഈ മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അത് എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, മൈക്രോസ്കോപ്പിക് ചലനം എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്സ് യൂസിങ് ഫ്ലാജെല്ല ഇൻ ബാക്ടീരിയ, സ്യൂഡോപോഡിയ ഇൻ അമീബ ആൻഡ് സീലിയ ഇൻ പാരാമീസിയംസ് ആർ എക്സാമ്പിൾസ് ഫോർ ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെൻറ്റ്സ് ഇൻ വേരിയസ് മൈക്രോ ഓർഗാനിസം ഓർ മൈക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചലനങ്ങൾ എവിടെ നടക്കുന്നത്, ഫ്ലാജെല്ല ഉപയോഗിച്ച് എവിടെ നടക്കുന്നത്, ബാക്ടീരിയയിൽ ഉണ്ടാകുന്ന ചലനം. സ്യൂഡോപോഡിയ ഉപയോഗിച്ച് അമീബയിൽ ഉണ്ടാകുന്ന ചലനം. സീലിയ ഉപയോഗിച്ച് പാരാമീസിയംസിൽ ഉണ്ടാകുന്ന ചലനം. ഇവയെല്ലാം എന്താണ്, എക്സാമ്പിൾസ്, ഉദാഹരണങ്ങളാണ്. ഫോർ ഡൈവേഴ്സിറ്റി ഓഫ് മൂവ്മെൻറ്റ്, വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളാർന്ന ചലനങ്ങൾക്ക് എവിടെയാണ്, വേരിയസ് മൈക്രോ ഓർഗാനിസംസ്, വ്യത്യസ്തങ്ങളായ മൈക്രോ ഓർഗാനിസത്തിലുണ്ടാകുന്ന ചലനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത്തരത്തിലുള്ള ഈ മൈക്രോ ഓർഗാനിസത്തിൽ, അതായത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ജീവജാലങ്ങളിലുണ്ടാകുന്ന ചലനങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, മാക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നു. അതായത് മാക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ് ആർ ദ മൂവ്മെൻറ്റ്സ് വിച്ച് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ ലിവിങ് ബീയിങ്സ് വിച്ച് കനോട്ട് ബി ഒബ്സർവ്ഡ് വിത്ത് അവർ നേക്കഡ് ഐ. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ജീവജാലങ്ങളിൽ ഉണ്ടാകുന്ന ചലനത്തെയാണ് എന്ത് പറയുന്നത്, മൈക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് മാക്രോസ്കോപ്പിക് തിങ്സ്, അതായത് സ്ഥൂല ചലനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാക്രോസ്കോപ്പിക് തിങ്സ് ആർ ദ ലാർജ് ഇനഫ് ടു സീ വിത്തൗട്ട് യൂസിങ് മൈക്രോസ്കോപ്പ്. അവ എന്താണ്, ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായമില്ലാതെ അവയെ കാണുവാനായിട്ട് സാധിക്കുന്നു. മെനി ക്രീച്ചേഴ്സ് ഫ്രം ആൻസ് ടു എലിഫന്റ്, അതായത് ഉറുമ്പ് മുതൽ ആന വരെ ആർ മാക്രോസ്കോപ്പിക്. അവയെല്ലാം എന്താണ്, മാക്രോസ്കോപ്പിക്കാണ്. കാണുവാൻ സാധിക്കുന്ന എല്ലാ ജീവജാലങ്ങളും മാക്രോസ്കോപ്പിക്കാണ്. ദെയർ ഔട്ട്വേർഡ് മൂവ്മെൻറ്റ്സ് ലൈക്ക് വാക്കിംഗ്, അവയുടെ പുറമേയുള്ള ചലനങ്ങളുണ്ട്. ഏതെല്ലാമാണ്, വാക്കിംഗ്, നടക്കുന്നത്, ഓട്ടം, റണ്ണിങ്, ജമ്പിങ് എക്സെട്ര. ഇവയെല്ലാം എന്താണ്, ഉദാഹരണങ്ങളാണ്. എന്താണ്, എന്തിനു വേണ്ടിയിട്ടുള്ള, മാക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ്. അപ്പം വാട്ട് ഈസ് മാക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂവ്മെൻറ്റ്സ് ഓഫ് ദ ക്രീച്ചേഴ്സ് വിച്ച് ക്യാൻ ബി സീൻ വിത്ത് അവർ നേക്കഡ് ഐസ് ആർ കോൾഡ് മാക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നു. മൈക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൂവ്മെൻറ്റ്സ് ഓഫ് ദ ലിവിങ് ബീയിങ്സ് വിച്ച് കനോട്ട് ബി സീൻ വിത്ത് അവർ നേക്കഡ് ഐ ക്യാൻ ബി കോൾഡ് ആസ് മൈക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. ഐ സപ്പോസ് ഇനി ഏതെങ്കിലും പാഠഭാഗത്തിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ നിങ്ങളോട് പറയാതിരുന്നിട്ടുണ്ടോ എന്ന്, ഓസ്മോസിസ് എന്താണ്, ഡിഫ്യൂഷൻ എന്താണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ്, ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി പ്രീവിയസിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.